വളരെയധികം നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിന്നിങ്ങനെ ടെർമിനേറ്റ് ആയ യൂട്യൂബ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ നോക്കാം. ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക, യൂട്യൂബ് ടെർമിനേഷൻ അപ്പീൽ എന്നത് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ഒരു വിൻഡോ ഉണ്ട്, അതിനകത്ത് കയറിയതിന് ശേഷം താഴോട്ട് വരുമ്പോൾ ദിസ് ഫോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഏതാ ഇമെയിൽ, നമ്മുടെ മെയിൻ ഇമെയിൽ കൊടുക്കുക. യൂട്യൂബ് അക്കൗണ്ട് ഉള്ളത് മെയിൻ ഇമെയിൽ കൊടുത്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ടു ക്രോം ബ്രൗസർ എന്നത് കൊടുക്കുക. ഇവിടെ താഴെ URL സസ്പെൻഡ് അക്കൗണ്ട് യൂട്യൂബ് ചാനലിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ URL നമ്മൾ എടുക്കാൻ വേണ്ടി പിന്നീട് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സൈറ്റിലോട്ട് കയറുക, അക്കൗണ്ട് എന്നുള്ളത്. അതിനകത്ത് കയറിയതിന് ശേഷം ഗോ ടു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനെ പിടിച്ച് ഞെക്കിയതിന് ശേഷം നമ്മുടെ മുകളിൽ നമ്മുടെ മെയിൽ സെലക്ട് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയ അക്കൗണ്ട്, ആ ഒരു മെയിൽ നമ്മൾ മുകളിൽ കയറി സെർച്ച് ചെയ്യണം. അതിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഡിലീറ്റ് ഗൂഗിൾ സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ പാസ്വേഡ് വയ്ക്കും, പ്രൈവസി. അതിൽ കയറി കഴിഞ്ഞ് ഈ യൂട്യൂബിൻ്റെ ഡിലീറ്റ് ഓപ്ഷൻ കണ്ട് അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് യൂട്യൂബ് ചാനലിലെ മെയിൽ അവിടെ സെലക്ട് ചെയ്യണം. അതിനകത്ത് മുകളിൽ കയറി യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്ത് അവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേര് വഴിയും അതിനകത്ത് ഹോൾഡ് പ്രസ് ചെയ്ത് കോപ്പി ലിങ്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഴയത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വിൻഡോയിലോട്ട് കയറണം. ആ വിൻഡോയിൽ കയറിയിട്ട് നമുക്കിവിടെ നമ്മുടെ URL പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. URL പേസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെക്കൻഡ് മെയിൽ, നമ്മുടെ നെയിം, അതെല്ലാം കൃത്യമായി ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആ ഒരു ഫോർമാറ്റിന് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ സബ്മിറ്റിൽ ടാപ്പ് ചെയ്യുക. അപ്പം ഇമെയിൽ ഹാസ് ബി സെൻഡ് എന്ന് വരും. പിന്നെ നമ്മൾ ആ സെക്കൻഡ് മെയിൽ കൊടുത്തതിനകത്ത് ഒരു മെയിൽ വരും, ഇതുപോലെ സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ റിക്കവറി ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് മെയിലിലോട്ട് വരുന്നതാണ്.